ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഫുൾ മൂണാണ്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു എനർജി എക്സ്ചേഞ്ച് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു സമയം നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന കാഴ്ചപ്പാട് മാറുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ വളരെ സ്നേഹത്തോടും വിശ്വാസത്തോടും അല്ലെങ്കിൽ ആരാധനയോടും ഒക്കെ നോക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും കാലം നിങ്ങളെ മൈൻഡ് ചെയ്യാതെ നടന്നിരുന്ന ആൾക്കാർ നിങ്ങളിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് തോന്നി തുടങ്ങുന്ന ഒരു എനർജിയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ പുറത്ത് കാണിക്കാതിരിക്കുന്നുണ്ടാവാം. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങനെ മറച്ചു വെച്ച് അല്ലെങ്കിൽ അടക്കി പിടിച്ച് നിങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് കൂടി അതൊന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങളും സ്നേഹവും ദയയും കാരുണ്യവും ഒക്കെ അർഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് മാത്രം ഇങ്ങനെ സ്നേഹമാണെങ്കിലും മറ്റെന്താണെങ്കിലും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ നമുക്ക് മറ്റുള്ളവരത് തിരിച്ചു നൽകുകയുമില്ല. നമ്മളും നമുക്ക് ഒരു കെയറും കൊടുക്കത്തുമില്ല. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് വെറുതെ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ മറ്റുള്ളവർ എന്നെ നോക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കാതെ സ്വയം നിങ്ങൾ നിങ്ങളെ നോക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വൈസ് കൗൺസിലറാണ് വന്നിട്ടുള്ളത്. അതായത് ഇതിൽ നിങ്ങൾ പുതിയ ആൾക്കാരിൽ നിന്നൊരു ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് തരാൻ പറ്റുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ യാത്രയിലൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നാൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാനും അതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു കൗൺസിലറെ ഈ ഒരു സമയം നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു കൺസൾട്ടേഷൻ എനിക്ക് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവരോടും വളരെ സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ ഈ ഒരു സമയം തോന്നുന്നു എന്നുള്ളതാണ്. മാത്രമല്ല മറ്റാരോടും ഒരു വൈരാഗ്യം നിങ്ങൾ വെച്ച് പുലർത്താൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളോട് പോലും ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും തന്നെ കാണാതെ നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്.
അതായത് നിങ്ങളുടെ അടുത്തിരിക്കാൻ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ ഒന്ന് കണ്ടെങ്കിൽ അങ്ങനെ പലരും ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പലരും നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം അങ്ങനെയൊരു എനർജിയാണ്. നിങ്ങൾ സ്നേഹത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങളിൽ നിന്നും ഒരുപാട് സ്നേഹം പ്രസരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നമ്മൾ എന്താണോ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം നിറയെ സ്നേഹമാണുള്ളത്. ചുറ്റുമുള്ളവരുടെ സ്നേഹം നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് പല വ്യക്തികളും വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് ശരിക്കും ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ വളരെ സ്നേഹവും സൗഹൃദവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. ശരിക്കും സമാധാനം എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളെ വിഷമിപ്പിച്ച ഏതോ ഒരു കാര്യത്തിൻ്റെ എൻഡിങ് ആണ് ഈ സമയം എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ഒരു കോടതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡിവോഴ്സ് പോലുള്ള കേസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് എൻഡാകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ ഫ്രീ ആകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് ഇതിൽ കാണുന്നത്. കുറേ കാലം കൊണ്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു കാര്യത്തിൽ നിന്നുള്ള ഒരു എൻഡിങ് ആണ് ഇതിൽ സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിനി പുതിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷന് എൻഡായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു അഡിക്ഷനിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷേ അത് റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അഡിക്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻഡാക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അത് നിങ്ങൾ ഒരുപക്ഷെ അതിനുവേണ്ടി തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ശാന്തമായ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തെ നിങ്ങളുടെ എനർജി കാണുന്നത് കൂടുതലായിട്ടും നിങ്ങളെ സെലിബ്രേഷനാണ്. അപ്പോൾ ഇവിടെ കുറേയധികം ആൾക്കാരും പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. സന്തോഷകരമായ ഒരു കാര്യത്തിൽ നിങ്ങൾ പങ്കെടുക്കും. അത് ഒരുപക്ഷെ നിങ്ങളുടെ ഹൗസ് വാമിംഗ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഒരു ഹൗസ് വാമിങ്ങോ അങ്ങനെ മറ്റെന്തെങ്കിലും ആഘോഷമാവാം. എന്തായാലും മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നിങ്ങൾ എൻജോയ് ചെയ്യാനുള്ളൊരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാരുമായി ചേർന്ന് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത്. ശരിക്കും ധാരാളം അബണ്ടൻസ് നിങ്ങൾക്ക് വരുന്ന ഒരു പ്രതീതി നിങ്ങൾക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒരു സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഒരുപക്ഷെ അത് വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടി ആയിരിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെയധികം സന്തോഷമായിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊപ്പമുള്ള ഒരു കൂടിച്ചേരലായിരിക്കാം. ഈ ഒരു സമയം ഒരുപക്ഷെ അവരുമൊത്ത് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു സാധ്യതയും ഒരു അവസരവുമൊക്കെ വന്നെത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ട് നിങ്ങളൊന്ന് തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തിന്
മാറ്റമുണ്ടാകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, അത് റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ആകാം. അപ്പോൾ അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി ഒരു തീരുമാനമെടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയുമുണ്ട്. ചില കാര്യങ്ങൾ കൂടുതൽ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള ഒരു കാര്യത്തിൽ നിന്ന് കൂടുതൽ പ്ലാനിങ്ങിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല സൗഹൃദങ്ങളെ എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണിത്. ഏറ്റവും വിഷമകരമായ അവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൂട്ടായിട്ട് ഒരു സൗഹൃദം വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളോട് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ നിങ്ങളോട് ഇവിടെ പറയുന്നുണ്ട്. ശരിക്കും ഈ സമയം റെക്കഗ്നേഷനും റിവാർഡും ഒക്കെ നിങ്ങളിലേക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള റിവാർഡ് ഈ സമയം കിട്ടും. നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാനും മറ്റുള്ളവർ നിങ്ങളോട് സന്തോഷത്തോടെ ഇടപെടുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് കുറേ ചോയ്സ് ഉണ്ടാവാം. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അപ്പോൾ ഇതിലെല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇതിൽ കുറേ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. ശരിക്കും ഏതൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ കുറേയധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ മുമ്പ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം ഇത്തരത്തിലൊരു കാര്യം നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഡ്രസ്സ് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനും ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു പടി മുകളിൽ ഉള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം വന്നെത്തുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഈ സമയം വളരെ സെൻസിറ്റീവ് ആയിരിക്കുമെന്നുള്ളതാണ്. അതായത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം തോന്നാം. ശരിക്കും നിങ്ങളൊരു ദിവാസ്വപ്നമൊക്കെ കാണുന്ന ഒരു എനർജിയാണ് ഇതിൽ. അതുപോലെ ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രണയമല്ല ഇതിനകത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് പെട്ടെന്ന് വന്നു പോകുന്ന ഒരു പ്രണയം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനാൽ തന്നെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളൊന്നും അർപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സമയം പല കാര്യങ്ങളും പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫുൾഫില്ല് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു വിജയം വന്നെത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെ ഉറച്ച വിശ്വാസത്തോടും അല്ലെങ്കിൽ ഉറച്ച തീരുമാനത്തോടും കൂടി പല കാര്യങ്ങളും ഇവിടെ ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.